അബുൽ അനാം, മനുഷ്യന്റെ പിതാവ്, മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ. ഈ യാത്രയിൽ എ.പി. അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് ഉപനായകരിൽപ്പെട്ട ഒരാൾ പറഞ്ഞെന്താ അറിയും? അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞതൊന്നും പോരാതാണ്. അബുൽ ഐത്താം എന്ന് ചിലർ പറയും, അത് പോരാ. ചിലർ അബുൽ മസാക്കീൻ എന്ന് പറയും, അതൊന്നും പോരാ. എന്റെ അഭിപ്രായത്തിൽ അബുൽ അനാം എന്ന് പറയണം എന്നാണ്. മാമാന അനാം ബഷർ, മനുഷ്യ കുലത്തിന്റെ പിതാവ്. ഞാൻ വിചാരിച്ചു രണ്ടാം ആദം നബി പറ്റി വന്നു. ആദം നബി അലൈഹി ഇസ്ലാം അല്ലേ അബുൽ അനാം? അബുൽ ബഷർ, അബുൽ ബഷറിന്റെ പര്യായ പദമാണ് അബുൽ അനാം. ഈ പറഞ്ഞ അനാമിൽ ബഷറിൽ അബുൽ അനാം എല്ലാ മനുഷ്യരുടെയും പിതാവ് എന്നതിൽ ആ അനാമിൽ ആരുണ്ട്? മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലെ, ജസദിയായ പിതാവാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തോ നിങ്ങൾ നോക്കി, നിങ്ങൾ ലോകത്തിന്റെ ഈ അണ്ഡകടാഹത്തിന്റെ തുടക്കം മുതൽ ആദം നബി വരെയുള്ള സർവ്വ മനുഷ്യർക്കും അബായി വന്ന ആളാണത്രേ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആനക്കാമ്പോയിൽ അബൂബക്കർ മുസ്ലിയാർ. എങ്ങനെയുണ്ട്? ഞാൻ വെറുതെ പറയല്ല, അയാൾ പറയുന്ന കേട്ടോളൂ. ഒരു മുദ്രാവാക്യം അല്ല, വിശിഷ്യ നായകൻ സുൽത്താൻ ഉലമ കാന്തപുരം മുസ്താർ. വിദേശ രാജ്യങ്ങളിൽ പല ഇന്റർനാഷണൽ കോൺഫറൻസിനും ചെല്ലുമ്പോൾ പലരും പലതാണ് വിളിക്കാറുള്ളത്. ചിലർ വിളിക്കും അബുൽ ഐത്താം എന്ന് വിളിക്കും, ചിലർ വിളിക്കും അബുൽ മസാക്കീൻ എന്ന് വിളിക്കും, ചിലർ വിളിക്കും അബുൽ അറാമിൽ എന്ന് വിളിക്കും, ചിലർ സുൽത്താൻ ഉലമ എന്ന് വിളിക്കും, ചിലർ ഖമറുൽ ഉലമ എന്ന് വിളിക്കും. എന്നാൽ ഈ വിരുന്നിൽ ഇഷ്ടപ്പെടുന്നത് അബുൽ അനാം, മനുഷ്യന്റെ പിതാവ്, മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ നേതാവല്ല. തങ്ങളെ ഉപനായകനാക്കി തരാൻ എന്നാലും ഉണ്ടാതിരിക്കും, പേരോണ്ട് മറികടക്കണല്ലോ. അതിനാണ് ഈ കിടന്ന് ചാടി കളിക്കണത്. മാമാന അബുൽ അനാം, പേരോടെ എവിടെ പോയിരിക്കാം? അബുൽ അനാം, മോനെ അനാം എന്ന് പറഞ്ഞ മനുഷ്യനല്ലേ? മനുഷ്യകുലത്തിന്റെ പിതാവാകണമെങ്കിൽ ഇയാൾ ആദം നബിയായി വരണ്ടേ ഇവിടെ? ഞാനിത് ചോദ്യം, നിങ്ങൾ അബുൽ അനാം എന്നോ ഇനി സയ്യിദുൽ ബഷർ എന്നൊക്കെ നിങ്ങൾ പേരിടും, അള്ളാഹ് തന്നെ ചിലപ്പോൾ പേരിടാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്റെ വിഷയം അതല്ല. നിങ്ങളിത് മഹാന്മാരായ ഔലിയാക്കന്മാർക്ക് അള്ളാഹ് കൊടുക്കുന്ന പവറാണ്. അവരുടെ സ്ഥാനങ്ങൾ കുത്തുബുൽ-ആലം, ഭയങ്കര കൺഫ്യൂഷനാണ് അയാൾക്ക്. കുത്തുബുൽ-ആലം എന്ന പേര് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നല്ലേ പറഞ്ഞത്? എല്ലാവർക്കും കുത്തുബായി വരും. ഇയാളെ ഇരുത്തിയിട്ടാണ് അബുൽ അനാം എന്ന് പറയുന്നത്. അനാം എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്തവരാണോ ഇരിക്കുന്ന സ്റ്റേജിലുള്ളവർ? അപ്പൊ ഔലിയാക്കന്മാർക്ക് കൊടുക്കുന്ന ഒറിജിനൽ പേരുകളെ തള്ളുകയും ഈ ജാതി ലോകപിടൽ, ഒരടിത്തറയില്ലാത്ത പേര്, അവനവൻ മത്സരിക്കണതിന് അടുത്ത കസേരയിൽ എനിക്കിരിക്കണം. രണ്ട് നായകർ അപ്പുറപ്പം വെച്ചതാണോ? ഇതിൽ ആരാ ഇരിക്കണമെന്നില്ലാണ് ഇപ്പൊ തർക്കം.